ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു നൈറ്റി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ നൈറ്റിയിൽ ഓൾറെഡി അതിൻ്റെ നെക്കൊക്കെ പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്കിൻ്റെയൊക്കെ വേറെ ഡിസൈനും കാര്യങ്ങളും ഒന്നും കൊടുക്കണ്ട, ഒരു യോഗ് ഡിസൈനായിട്ടൊക്കെ തന്നെയാണ് ഇതിൽ നൈറ്റിയുടെ ആ ഒരു ഫ്രണ്ട് പാർട്ടിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നൈറ്റിയെ നമുക്കൊന്ന് ആ ഒരു ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് ആദ്യം കട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതിപ്പോൾ തുടക്കക്കാർക്കും എല്ലാം വളരെ എളുപ്പത്തിൽ തയ്ക്കാവുന്ന ഒരു നൈറ്റിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ രണ്ടായിട്ട് മാറ്റിയിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഫ്രണ്ട് പാർട്ട് മാത്രമാണ് ഇവിടെ ഞാൻ നിവർത്തിയിട്ടിരിക്കുന്നത്. ഇനി നമ്മുടെ നൈറ്റിയുടെ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യാം. 7.5 ഇഞ്ചാണ് ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. താഴേക്കും 7.5 തന്നെയാണ് എടുക്കുന്നത്. നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ ഇടുന്നതാണല്ലോ, അപ്പോൾ കുറച്ച് ലൂസും കാര്യങ്ങളൊക്കെ ഇരുന്നോട്ടെ എന്ന് കരുതി 7.5 തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ചെസ്റ്റിൻ്റെ അവിടെ നിന്നും 7.5 തന്നെ ഉണ്ടോ എന്നൊന്ന് നോക്കുവാണ് കേട്ടോ. അതിനുശേഷം ആ ഒരു ലൈൻ മാർക്ക് ചെയ്യുക. അതിനുശേഷം ചെസ്റ്റ് ലൈനും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് ഇടാം. ഇനി നമുക്ക് നൈറ്റിയുടെ ആ ഒരു ഷേപ്പ് ലെങ്ത് മാർക്ക് ചെയ്യാം. 14 ഇഞ്ചിലാണ് ഷേപ്പിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. ഇതൊരു എ ലൈൻ പോലെ ആ ഒരു ചുരിദാർ കട്ടിലാണ് ഈ ഒരു നൈറ്റി ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ലിറ്റിൻ്റെ വിഡ്ത്തും കൂടെ മാർക്ക് ചെയ്യണം. 20 ഇഞ്ചിലാണ് സ്ലിറ്റിൻ്റെ വിഡ്ത്ത് ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. ഇനി അവിടുത്തെ ഷേപ്പിൻ്റെ വണ്ണം നമുക്ക് മാർക്ക് ചെയ്യാം. 10 ഇഞ്ചിലാണ് ഷേപ്പിൻ്റെ വണ്ണം മാർക്ക് ചെയ്യുന്നത്. ഇനി സ്ലിറ്റിൻ്റെ വണ്ണം 12.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. താഴേക്ക് ഒരു ഫുള്ള് വിഡ്ത്ത് നമ്മൾ എടുക്കുന്നുണ്ട്. ആ ഒരു ഫുൾ ലെങ്തിലും നമ്മൾ നൈറ്റിയെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. കാരണം ഇത് കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഒന്ന് കഴുകുമ്പോഴത്തേക്കും ഇതങ്ങ് ചുരുങ്ങി മുകളിലേക്ക് കയറും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ലെങ്തും നമ്മളിവിടെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ കൈക്കുഴിയും ഒന്നൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. അതിനായിട്ട് ആ ഒരു ലൈൻ്റെ ഹാഫ് കണ്ടിട്ട് അവിടുന്ന് ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ആ ഭാഗത്തേക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുവാണ്. അവിടെ മാർക്ക് ചെയ്തതിന് ശേഷം ചെസ്റ്റിൻ്റെ വിഡ്ത്ത് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. 10 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് നമുക്കതൊന്ന് കർവ് ചെയ്ത് വരച്ചെടുക്കാം. അതിനുശേഷം ഈ മാർക്ക് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, ആദ്യം ആ കൈക്കുഴി ഭാഗത്ത് നിന്നും ഷേപ്പ് ലെങ്തിലേക്കും അവിടെ നിന്നും സ്ലിറ്റ് ലെങ്തിലേക്കും ഒന്ന് മാർക്ക് ചെയ്ത് പോകുക. ആ സ്ലിറ്റ് ലെങ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എത്രത്തോളം വീതി കിട്ടുമോ ആ വീതിയിലേക്ക് താഴെ വരെ അങ്ങോട്ട് മാർക്ക് ചെയ്യുക. ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ എ ലൈൻ കുർത്തിയൊക്കെ കട്ട് ചെയ്യുമല്ലോ, അതുപോലെ തന്നെ. ഇനി മാർക്ക് ചെയ്ത ഭാഗം വെച്ച് നമുക്കങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ആ ഒരു മാർക്ക് ചെയ്ത ഭാഗത്തൂടെ തന്നെ കട്ട് ചെയ്ത് പോകുവാണേ. നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തയ്ച്ചെടുക്കാവുന്ന ഒരു നൈറ്റി മോഡലാണിത് കേട്ടോ. നമുക്കാകെ ഷോൾഡറിൻ്റെ വിഡ്ത്തും നമ്മുടെ ആ ഒരു ചെസ്റ്റിൻ്റെ വണ്ണവും ഒക്കെ മതി. ബാക്കി ഇത് സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാവുന്നതാണ്. ഇതുപോലൊരു മെറ്റീരിയലാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നെക്കിൻ്റെ കാര്യത്തിലും ഡൗട്ടൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ ആ നെക്കിൻ്റെ ആ ഒരു വിഡ്ത്ത് മാർക്ക് ചെയ്യുകയാണ്. 3 ഇഞ്ച് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. ലെങ്ത് ഇതിപ്പോൾ നമുക്ക് ഓൾറെഡി ആ ഒരു നെക്ക് പാർട്ട് ഉള്ളത് കൊണ്ട് ആ ഒരു നെക്കിനെ കട്ട് ചെയ്ത് പോകാത്ത രീതിയിൽ കുറച്ച് ഉള്ളിലേക്ക് കയറ്റിയാണ് ഞാൻ ആ നെക്കിനെ മാർക്ക് ചെയ്യുന്നത്. കാര്യം ഇത് മടക്കി നമ്മൾ ഉള്ളിലോട്ടൊക്കെ തയ്ച്ച് വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളൊരു അധികം ഇട്ട് കൊടുത്തില്ലെങ്കിൽ ആ ഒരു വർക്കൊക്കെ ഉള്ളിലായിപ്പോവും. ഇതുപോലെ ആ നെക്ക് പാർട്ടും നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ ബ്ലാക്ക് ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കും, പക്ഷേ ഇതൊരു ബ്ലൂ ആണ് കേട്ടോ. നല്ല ഒരു ബ്ലൂ ആണ്.
അപ്പോൾ ഇത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്ക് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ബാക്ക് പാർട്ടിൽ സ്ലീവിനും കൂടിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇതുപോലെ തുണി മടക്കി ഇട്ടതിന് ശേഷമാണ് അതിൻ്റെ പുറത്തേക്ക് ഫ്രണ്ട് പാർട്ട് ഞാൻ നിവർത്തിയിട്ടത്. എന്നിട്ട് അതങ്ങ് കട്ട് ചെയ്ത് മാറ്റി. ഇപ്പോൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ 3 ഇഞ്ച് തന്നെയാണ് നെക്കിൻ്റെ വിഡ്ത്ത് കൊടുക്കുന്നത്. 4.5 ഇഞ്ചിൽ നെക്കിൻ്റെ ലെങ്തും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊരു ബോക്സ് ഷേപ്പിൽ വരച്ചെടുക്കാം. അവിടെ എത്രയാണോ നമ്മുടെ ഏത് ഷേപ്പാണെന്ന് നിങ്ങളുടെ ഇഷ്ടമാണ്, അതിൽ നമുക്ക് മാർക്ക് ചെയ്യാം. ഞാനിവിടെ ഒരു യു ഷേപ്പ് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ആ മാർക്ക് ചെയ്ത ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ട. ആ ഒരു ബാക്ക് പാർട്ടിൻ്റെ ബാലൻസ് ഭാഗം നമുക്ക് സ്ലീവിനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 4ആയിട്ട് തുണി ഞാൻ ഇങ്ങനെ മടക്കി ഇടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് ഒന്ന് നമുക്ക് നോക്കാം. 10.5 ഇഞ്ചിലാണ് ആ ഒരു വീതി വന്നിരിക്കുന്നത്. 3 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് താഴേക്ക് മാർക്ക് ചെയ്തിട്ട് ആ 3 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തു നിന്നും ഒരു സ്ലോപ്പ് പോലെ ഇങ്ങനെ വരച്ചെടുക്കുക. അതിനുശേഷം ആ വരച്ച ലൈനിൻ്റെ ഹാഫ് കാണുക. ഹാഫ് കാണാൻ വേണ്ടി ഈ ഒരു ടേപ്പിനെ ഇങ്ങനെ പകുതിക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലൈൻ്റെ ഹാഫ് കാണാം. എന്നിട്ട് ഇതുപോലെ വരച്ച് ആ 3 ഇഞ്ചിലേക്ക് വരച്ചങ്ങ് എടുക്കുക. അത്യാവശ്യം കൈക്കൊക്കെ വണ്ണമുള്ള ഒരാളായതുകൊണ്ട് തന്നെ നമ്മളിതാ ഒരു 8 ഇഞ്ചിൽ തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു സ്ലോപ്പ് പോലെ വരച്ചെടുത്തിട്ട് ആ ഭാഗം നമുക്ക് സ്ലീവ് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ സെൻറ്റർ കാണാൻ വേണ്ടി ഒരു നോച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ക്രോസ് പീസൊക്കെ ആവശ്യമാണ്. അങ്ങനെ ആ നൈറ്റി പീസിൻ്റെ ബാലൻസ് തുണിയിൽ നിന്ന് തന്നെ കുറച്ച് ക്രോസ് പീസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഒന്നിച്ച് ആക്കാം. നമ്മുടെ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയാണ് കേട്ടോ ഈ ക്രോസ് പീസ്. ക്രോസ് പീസ് 2-3 ക്രോസ് പീസ് ഒന്നിച്ച് വെച്ചതിന് ശേഷം നമുക്കിതാ ഫുള്ളായിട്ട് ഒന്ന് എടുക്കാം. ഇനി നമ്മുടെ ആ ഒരു നെക്ക് പാർട്ട് ഇതുപോലെ എടുത്ത് ഇട്ടിട്ടുണ്ട്. ആ നെക്കിൻ്റെ ആ ഒരു ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശമാണ് നമ്മൾ എടുത്ത് ഇട്ടിരിക്കുന്നത്. അതിലേക്ക് ക്രോസ് പീസ് എടുത്ത് വെക്കുക. ക്രോസ് പീസ് എടുത്ത് വെച്ച് ഇതുപോലെ അങ്ങ് അടിച്ചു പോവുക കേട്ടോ. ഇതുപോലെ അങ്ങ് അടിച്ചു പോവുക. എന്നിട്ട് ബാലൻസ് വരുന്ന ആ ഒരു ക്രോസ് പീസിനെ കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ആ ഒരു നെക്ക് പാർട്ടിനെ ആ തയ്യൽ തുമ്പിലൊന്നും ടച്ച് ചെയ്യാതെ കുഞ്ഞു കട്ട് കൊടുക്കുക. ഇത് തിരിച്ചെടുക്കുന്നതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ. നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തിരിഞ്ഞ് വരുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ കട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇതുപോലെ ഒരുപാട് കട്ട് നമ്മളിതാ കൊടുത്തിട്ടുണ്ട്. ഇനി അതങ്ങ് മറച്ച് വെച്ച് നമുക്കങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒട്ടും വലിച്ചൊന്നും പിടിക്കണ്ട. ആ ഒരു നോർമൽ നമ്മൾ മറിച്ചിടുമ്പോൾ നമുക്ക് ആ ഒരു ഭാഗം കിട്ടുമല്ലോ, അതുപോലെ എടുക്കുക. അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു പ്രിൻ്റ് ഭാഗത്ത് പോലെ തന്നെ നമുക്ക് ആ നെക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് പാർട്ടും ക്രോസ് പീസ് വെച്ച് തന്നെ തിരിച്ചെടുക്കാം. ക്രോസ് പീസുകൾ എടുത്തിട്ട് ഇവിടെയും ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്ത് തന്നെയാണ് ആ ക്രോസ് പീസിനെ വെച്ച് നമ്മൾ അടിച്ച് മറിച്ചെടുക്കാൻ പോകുന്നത്. അങ്ങനെ ഫുള്ളായിട്ട് ആ ബാക്ക് പാർട്ടിനോട് ചേർത്ത് ആ ക്രോസ് പീസിനെ അടിച്ചെടുക്കുന്നുണ്ട്.
അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ബാലൻസ് വന്ന പീസിനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ ഫ്രണ്ടിൽ ഇവിടുത്തെ തയ്യൽ തുമ്പിലൊന്നും ടച്ച് ചെയ്യാത്ത രീതിയിൽ കുഞ്ഞു കുഞ്ഞ് കട്ട് കൊടുത്താൽ നമുക്കെടുക്കാം. ഇവിടെ നമ്മൾ ഇപ്പോഴേ പതിച്ചടിക്കുന്നില്ല. കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു കട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ പതിച്ചടിക്കുന്നില്ലെന്ന് പറഞ്ഞല്ലോ. ഇവിടെ നമ്മൾ ആദ്യം തന്നെ ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്യുവാണ്. അതിനായിട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശവും ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും ഒരുമിച്ച് വെക്കുവാണ്. ആ ഒരുമിച്ച് വെക്കുന്നതിനോടൊപ്പം തന്നെ ബാക്ക് പാർട്ടിൻ്റെ ആ ഒരു ക്രോസ് പീസ് വെച്ചല്ലോ, ആ ക്രോസ് പീസിനെ നമ്മൾ മാറ്റി ഇങ്ങനെ വെച്ചിട്ടാണ് ഈ രണ്ട് ഷോൾഡറുകൾ തമ്മിൽ ആദ്യം ജോയിൻ ചെയ്യുന്നത്. അതിന് ശേഷമാണ് ആ ക്രോസ് പീസിനെ കൂടെ ഈ ഒരു ഭാഗത്തേക്ക് തിരിച്ചെടുത്തിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കെട്ടിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകണമേ. അതുപോലെ തന്നെ മറ്റേ വശവും നമുക്കിതാ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാവേ. ഞാൻ പറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങളൊരു തുടക്കക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ആ വീഡിയോയും പറയുന്നതിനോടൊപ്പം തന്നെ കാണണമേ. ഇവിടെ നമ്മളിതാ അതുപോലെ തന്നെ പതിച്ചടിച്ചെടുക്കുവാണ്. ഇപ്പോഴാണ് നമ്മളിതാ നമ്മുടെ ബാക്ക് പാർട്ടിനെ ഇതുപോലെ എടുക്കുമ്പോൾ ആ ഷോൾഡറുകൾ തമ്മിൽ ഒരു ഏറ്റക്കുറച്ചിലും ഇല്ലാണ്ട് ഒരേ ലെവലിൽ നമുക്ക് കിട്ടും. ഇതിനു വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്ക് പാർട്ടിനെ അങ്ങ് പതിച്ചടിക്കാം. നന്നായിട്ട് ആ ക്രോസ് പീസ് ഭാഗം മോശം വശത്തിലേക്ക് നന്നായിട്ട് എടുത്തിട്ടതിന് ശേഷം വേണം നമ്മൾ അടിച്ചു വരാൻ. ഇനി നമുക്ക് അങ്ങനെ ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി സ്ലീവാണ് നമുക്ക് അറ്റാച്ച് ചെയ്യേണ്ടത്. അതിനായിട്ട് നൈറ്റി ബിറ്റിൻ്റെ ആ ഒരു നല്ല ഭാഗം എടുത്തിടുക. അതിൻ്റെ പുറത്തേക്ക് സ്ലീവിൻ്റെ നല്ല വശം എടുത്ത് ആ ഒരു സെൻറ്റർ നോട്ട്സ് നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ, അത് ഒരുമിച്ച് വെച്ചിട്ട് നമുക്കങ്ങ് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ താഴേക്ക് കൊണ്ടുവരാം. ആദ്യം ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് വീണ്ടും ഡബിൾ സ്റ്റിച്ച് തന്നെ ആയിരിക്കണം നമ്മൾ സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സ്ലീവും അടിച്ചെടുക്കാം. ഇനി നമുക്ക് ബോഡി പാർട്ടുകൾ തമ്മിൽ ജോയിൻ ചെയ്യാവേ. അപ്പോൾ നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമുക്കിതേ ഈ ഭാഗങ്ങൾ തമ്മിൽ ആ ഒരു കൈക്കുഴി ഭാഗമൊക്കെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം വേണം നമ്മൾ അടിച്ചു വരേണ്ടത്. ഇതുപോലെ അങ്ങ് താഴേക്ക് ആ ഒരു ഷേപ്പ് ലെങ്തും സ്ലിറ്റ് ഭാഗവും എല്ലാം നമ്മൾ താഴേക്ക് ഒരുമിച്ച് വെച്ചിട്ട് അങ്ങ് അടിച്ചു വരിക. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ മറ്റേ വശവും നമ്മുടെ ബോഡിയുടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണമേ. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാവുന്ന ഒരു നൈറ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ബോഡി പാർട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ഒരു നൈറ്റിയുടെ ബോട്ടം ഭാഗമാണ് ആദ്യം ഒരു മടക്ക് മടക്കി പിന്നെ ഒരു അരയിഞ്ച് കൂടെ മടക്കിയിട്ട് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. ഇതോടുകൂടി നമ്മുടെ ആ ഒരു നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ വളരെ സിമ്പിളായിട്ട് ഏറ്റവും എളുപ്പം തയ്ച്ചെടുക്കാവുന്ന ഒരു നൈറ്റിയാണ്. അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നമ്മൾ യോക്ക് പാർട്ടീഷൻ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. നൈറ്റി ബിറ്റിൽ തന്നെ അങ്ങനെ ഒരു ഡിസൈൻ ഉള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റി. അപ്പോൾ നിങ്ങളൊരു തുടക്കക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിലായിട്ട് വീണ്ടും വരാം.